ഇടുക്കി കൊമ്പൊടിഞ്ഞാലിൽ വീടിന് തീപിടിച്ച ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവത്തിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് പോലീസ്. ജോസിൽ സെബാസ്റ്റ്യൻ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നു ഇടുക്കിയിൽ നിന്നും. ജോസിൽ, ഗുഡ് മോർണിംഗ്. വിനീഷ, ഗുഡ് മോർണിംഗ്. വിനീഷ, ഈ അപകടം ഉണ്ടായത് കഴിഞ്ഞ 10-ാം തീയതി വൈകിട്ടാണ് പുറം ലോകം അറിയുന്നത്. ഒറ്റപ്പെട്ട ഒരു പ്രദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്തിരുന്നത്. അതിനാൽ തന്നെ ഈ വീട് പൂർണ്ണമായും കത്തി എരിഞ്ഞതിന് ശേഷമാണ് നാട്ടുകാർ ഈ വിവരം അറിയുന്നത്. പോലീസിൻ്റെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ച് ഈ അപകടം നടന്നത് 9-ാം തീയതി രാത്രിയോ അല്ലെ വൈകിട്ടോടുകൂടി ഇത്ര അപകടമുണ്ടായി എന്നുള്ളതാണ് കരുതുന്നത്. 10-ാം തീയതി വൈകിട്ട് 6 മണിയോടുകൂടിയാണ് മറ്റു പ്രദേശവാസികൾ ഇത്തരത്തിൽ വീട് പൂർണ്ണമായും കത്തിയ നിലയിൽ കാണും. അതിനുശേഷം അവിടെ പരിശോധന നടത്തിയപ്പോൾ അവിടെ ഒരു 4 വയസ്സുള്ള അഭിനവ് എന്ന് പറയുന്ന കുട്ടിയുടെ മൃതദേഹം മാത്രമാണ് പൂർണ്ണമായി കത്തിപ്പോകാത്ത രീതിയിൽ അവിടെ നിന്ന് കിട്ടിയത്. അത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനു മുമ്പ് തന്നെ ആ മൃതദേഹം എടുത്തയാൾ പറയുന്നത് മൃതദേഹം തണുത്ത അവസ്ഥയിലാണ്, അതായത് മരണം നേരത്തെ തന്നെ സംഭവിച്ച അവസ്ഥയിലായിരുന്നു. മറ്റ് 3 പേരുടെയും, അതായത് ഈ ചെള്ളിപ്പടവ് ശുഭ, പൊന്നമ്മ, അതുപോലെ തന്നെ അഭിനന്ദ്, ഈ 3 പേരുടെയും ഭാഗങ്ങൾ തിരിച്ച് എടുക്കാൻ പറ്റാത്ത രീതിയിൽ പൂർണ്ണമായും കത്തിപ്പോയിരുന്നു. വീടിൻ്റെ മേൽക്കൂര അടക്കം, ആ വീടിൻ്റെ നമ്മൾ അവിടെ പോലീസിനോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഈ കത്തിപ്പിടിക്കാൻ തക്ക കാരണത്തിൽ ഉള്ളത് ഒന്ന്, ഈ വീടിൻ്റെ ഓട് ഇട്ട വീടാണ്. അത് ചോരാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ പോളിത്തീൻ ഷീറ്റ് പടുത പോലെയുള്ളത് ഇട്ട് അതിൻ്റെ മുകളിൽ കൂടെ മൂടിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ വീടിന് മുകളിൽ പലകയിട്ട മച്ചുണ്ടായിരുന്നു ഇവർ കിടക്കുന്നതിൻ്റെ ഈ മുറിയുടെ മുകളിൽ. അതിന് താഴെ പൊടി വീഴാതിരിക്കാൻ വേണ്ടി അതിൻ്റെ താഴെയും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിരുന്നു. ഇതടക്കം കത്തിപ്പിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഓട് മെയ്യുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഈ മറ്റ് പലക കഷ്ണങ്ങൾ, അതായത് ഉത്തരവും കഴുക്കോലും അടക്കം, അതുപോലെ ഈ മച്ചിൻ്റെ പലകയടക്കം ഒരു താഴേക്ക് കത്തി അമർന്ന ഒരു ചിത പോലെ രൂപപ്പെട്ട് ആളുകൾ പൂർണ്ണമായി, ഈ മുറിക്കകത്ത് 2 കട്ടിലുണ്ടായിരുന്നു, ആ കട്ടിലിൻ്റെ സ്ക്രൂ മാത്രമാണ് തിരിച്ചു കിട്ടിയത്. അത്തരത്തിൽ ആ വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും കത്തി നശിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് പോലീസ് കരുതിയിരുന്നത്. എന്നാൽ ഈ ചില KSEB ഉദ്യോഗസ്ഥർ അത് അത്തരത്തിൽ ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നുള്ളത് വാക്കാൽ രീതിയിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ പരാതിയുമായി മുമ്പോട്ട് വരുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ ഏതായാലും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിനോട് ഇത് സംബന്ധിച്ച് കൃത്യമായ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യം കാക്കനാട് റീജിയണൽ ഫോറൻസിക് ലാബിനോടാണ് സഹായം അഭ്യർത്ഥിച്ചത്. എന്നാൽ അതിനേക്കാൾ സൗകര്യമുള്ള തിരുവനന്തപുരം FSL ഫോറൻസിക് സയൻസ് ലാബിൻ്റെ വിദഗ്ധർ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും കൃത്യമായ ശാസ്ത്രീയ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ഈ മരണത്തിലെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് പോലീസ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ജനങ്ങളും ആ കാര്യത്തിൽ അത്തരം ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. കാരണം ഒരു കുടുംബത്തിലെ 4 പേരിൽ അതിൽ 3 പേർ പൂർണ്ണമായും തന്നെ കത്തിച്ചാമ്പലായി പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഏതായാലും വളരെ വേദനാജനകമായ ഒരു സംഭവം. അതിനകത്ത് എന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ അത് വെളിവാക്കാൻ വേണ്ടിയുള്ള എല്ലാ ശാസ്ത്രീയ പരിശോധന, അതുപോലെ തന്നെ ഉന്നത പോലീസ് സംഘം തന്നെ അതിൻ്റെ അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ച് അന്വേഷണം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. വിനിഷ. ശരി, ജോസിൽ സെബാസ്റ്റ്യനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും സംഭവത്തിലെ ദുരൂഹത നീങ്ങണം. ഒരു കുടുംബത്തിലെ 4 പേർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതുമായി ബന്ധപ്പെട്ട സമഗ്രമായ ശാസ്ത്രീയമായ പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനിരിക്കുകയാണ് ഫോറൻസിക്കും പോലീസും.